ഇതാണ് അടി എന്ന് പറയുന്നത്. അമേരിക്കയുടെ ചെകിട്ടത്തൊന്ന് കൊടുത്തിരിക്കുകയാണ് ജർമ്മനി. ഒരിക്കൽ ഉറ്റ ചെങ്ങാതിമാരായിരുന്ന പലരും ഇപ്പോൾ അമേരിക്കയെ കൈവിട്ടു കഴിഞ്ഞു. ഒക്കെ നിങ്ങൾ സ്വയം വരുത്തിവെച്ച വിനയാണ്. അമേരിക്കയുടെ കണ്ടകശനിത തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കുറച്ചു കാലങ്ങളായി അമേരിക്കയെ കൊണ്ട് വലിയ സ്വൈര്യക്കേട് മാത്രമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾക്കും ഒക്കെ ഉള്ളത്. താരിഫ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഭീഷണി യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും കടുത്ത അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പകരച്ചുങ്കവും പ്രതികാര ചുങ്കവും ഒക്കെ നടപ്പിലാക്കി മതിച്ചു വാഴുന്ന അമേരിക്കയുടെ സ്ഥിതിഗതിയും ഇപ്പോൾ മോശമാണ്. സാമ്പത്തിക മാന്ദ്യം പിടിമുറക്കുന്ന അമേരിക്കയെ രക്ഷിക്കാൻ ട്രംപിനെ അധികാര കസേരയിൽ നിന്ന് വലിച്ചു താഴെയിടുകയല്ലാതെ മറ്റൊരു മാർഗവും പാവം അമേരിക്കൻ ജനതയുടെ കയ്യിലില്ല. എന്നാൽ അടുത്ത 4 വർഷത്തേക്ക് അത് നടക്കാൻ പോകുന്നുമില്ല. യൂറോപ്യൻ യൂണിയൻ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചിട്ടും അതൊന്നും തന്നെ അംഗീകരിക്കാൻ ട്രംപ് തയ്യാറായില്ല. താരിഫ് നയം അമേരിക്കയിൽ ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യുമെന്ന നിലപാട് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെച്ച് പുലർത്തുന്നത്. എന്നാൽ അമേരിക്കൻ ശതകോടീശ്വരന്മാർക്കും സാമ്പത്തിക വിദഗ്ധരുമൊക്കെ ഒരുപോലെ അപകടമാണ് ട്രംപിന്റെ ഈ നീക്കമെന്ന മുന്നറിയിപ്പ് നൽകിയതോടെയാണ് താരിഫ് നയം 90 ദിവസത്തേക്ക് മരവിപ്പിക്കാൻ US പ്രസിഡന്റ് തയ്യാറായത്. എന്തായാലും ട്രംപിന്റെ ഈ പരിപാടി അമേരിക്കൻ ഓഹരി വിപണികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് ചൈന ഒഴികെ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ നടപ്പിലാക്കിയ ചുങ്കം ട്രംപ് മരവിപ്പിക്കുന്നത്. എന്തായാലും പലവിധ പ്രശ്നങ്ങളാൽ നട്ടം തിരിയുന്ന അമേരിക്കയ്ക്ക് ജർമ്മനി കൂടി പണി കൊടുക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെക്കുറിച്ച് ഉയർന്നു വരുന്ന ആശങ്കകൾ കാരണം ജർമ്മനി ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണശേഖരം പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി ന്യൂസ് വീക്കിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയാണ് അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ മുകളിൽ കയറി ജർമ്മനി നൃത്തം ചെയ്യുന്നുവെന്ന് പ്രചരിക്കാൻ തുടങ്ങിയത്. അടുത്ത സർക്കാരിനെ നയിക്കാൻ സാധ്യതയുള്ള രാജ്യത്തെ യാഥാസ്ഥിതിക ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ അതായത് CDU പാർട്ടി ട്രംപിന്റെ താരിഫുകളും ഒറ്റപ്പെടൽ നിലപാടുകളും കാരണം സ്വർണം തിരിച്ച് രാജ്യത്തെത്തിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. വിദേശനയം, വ്യാപാര ബന്ധങ്ങൾ, ആഭ്യന്തര രാഷ്ട്രീയം തുടങ്ങിയ അമേരിക്കയിലെ സമീപകാല സംഭവ വികാസങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിലെത്തിക്കാൻ ജർമ്മനിയെ ചിന്തിപ്പിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ പണിക്ക് മറുപണി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. മറ്റുള്ള രാജ്യങ്ങളെ കടന്നാക്രമിച്ച് അമേരിക്ക ഫസ്റ്റ് എന്ന നയം അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ട്രംപ് പ്രതീക്ഷിച്ചു കാണില്ല ഇന്നത്തെ ലോകം ഒരു രാജ്യത്തെയോ അവരുടെ ആജ്ഞയെയോ അവരുടെ സാധനങ്ങളെയോ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ല എന്ന കാര്യം. പരസ്പര സഹകരണവും ബഹുമാനവുമാണ് ആഗോള ജനതയ്ക്ക് വേണ്ടത്. മറ്റൊരു രാജ്യത്തെ അംഗീകരിക്കാനും അവരുടെ സ്വയം ഭരണാവകാശത്തെ ബഹുമാനിക്കാനും തയ്യാറാകണം. സർവോപരി സഹവർത്തിത്വം സൂക്ഷിക്കണം. എന്നാൽ ഈ പറഞ്ഞതൊക്കെ അമേരിക്കൻ നിയമലിഖിതങ്ങളാണെങ്കിലും കാര്യത്തിനോടടുക്കുമ്പോൾ സ്വാർത്ഥതയും ബിസിനസ് താല്പര്യവും തന്നെയാണ് ഇവിടെ മുമ്പിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ജർമ്മനി കൊടുക്കുന്ന പണി അവിടെയാണ് ശ്രദ്ധേയമാകുന്നത്. അമേരിക്കയുടെ ചെകിട്ടത്ത് അടിച്ചുകൊണ്ടാണ് ജർമ്മനി ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ജർമ്മനിയുടെ സ്വർണ്ണശേഖരം സൂക്ഷിക്കുന്നതിന് ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് വിശ്വസനീയമായ ഒരു പങ്കാളിയാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ജർമ്മൻ സെൻട്രൽ ബാങ്ക് പാർട്ടിയുടെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയുകയായിരുന്നു ചെയ്തത്. എന്നിരുന്നാലും ആഗോള രാഷ്ട്രീയത്തിലും വ്യാപാരത്തിലും അമേരിക്കയുടെ പങ്കിനെക്കുറിച്ച് യൂറോപ്യൻ സഖ്യകക്ഷികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അസ്വസ്ഥതയാണ് ഇപ്പോൾ ആരംഭിച്ച ഈ ചർച്ച എടുത്തു കാണിക്കുന്നതെന്ന് കൂടി പറയേണ്ടതുണ്ട്. മാത്രവുമല്ല, ട്രംപിന്റെ ഭരണകൂടം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 20% ലെവി ഉൾപ്പെടെ വിപുലമായ താരിഫുകൾ ഏർപ്പെടുത്തിയത് ജർമ്മൻ കയറ്റുമതിയെ ബാധിക്കുകയും വ്യാപാര സംഘർഷം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കകൾക്ക് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. ജർമ്മനിയുടെ വ്യാവസായിക നയത്തെ വിമർശിച്ചും പ്രതിരോധ സാമ്പത്തിക സഖ്യങ്ങൾക്ക് രാജ്യം നൽകുന്ന സംഭാവനകൾ കുറവാണെന്ന് ആരോപിച്ചും ട്രംപ് പലപ്പോഴും നേരിട്ട് ജർമ്മനിക്കെതിരെ വാചോടാപങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ജർമ്മനിയെ ദയനീയമായ സ്വതന്ത്ര വിപണിക്കാരൻ എന്നാണ് വിശേഷിപ്പിച്ചത് പോലും. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് ഡൊണാൾഡ് ട്രംപ് കയറി വന്നതിനു പിന്നാലെയാണ് നാറ്റോയിലെ ഒരു പ്രബല ശക്തി എന്ന രീതിയിൽ ജർമ്മനിയെ ലക്ഷ്യം വെച്ച് ആക്രമണം ആരംഭിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒന്നും തന്നെ ജർമ്മനി കാര്യമായി ഇടപെട്ടിട്ടില്ലെന്നും അമേരിക്കയുടെ സമ്പത്ത് കണ്ടാണ് നാറ്റോയിൽ ഇവരെല്ലാവരും നിൽക്കുന്നത് എന്ന് പോലും ട്രംപ് ആരോപിച്ചു. ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ജർമ്മൻ ജനതയ്ക്കിടയിൽ അമേരിക്കൻ വിദ്വേഷം വളർത്തിയെടുത്തിട്ടുണ്ട്. സാമ്പത്തിക സംഘർഷങ്ങൾക്ക് പുറമെ അമേരിക്കയ്ക്കുള്ളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഈ വിദ്വേഷത്തിന് കാരണമായിട്ടുണ്ട്. ജർമ്മൻ ഇന്റലിജൻസ് സേവനങ്ങൾ ഭരണഘടനാ ഭീഷണിയായി മുദ്രകുത്തിയ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്ക് അമേരിക്കയിലെ ഇന്നത്തെ ഭരണകൂടം നൽകുന്ന പിന്തുണയാണ് ആ പിണക്കത്തിന്റെ അടിസ്ഥാനം പോലും. മാത്രവുമല്ല, യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും തന്റെ അപ്രമാദിത്വം കാണിക്കാൻ കിട്ടുന്ന ഒരവസരവും ട്രംപ് പാഴാക്കി കളയാറില്ല. പരസ്യമായി ഉക്രൈനെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ തന്നെ പരോക്ഷമായി ജർമ്മനിക്കിട്ട് കിഴുക്കാനും അമേരിക്ക ശ്രദ്ധിക്കാറുണ്ട്. അമേരിക്കയിലെ നിലവിലെ സ്ഥിതിഗതികൾ ജർമ്മൻ നിയമനിർമ്മാതാക്കൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2012 തന്നെ അമേരിക്കയിൽ നിന്നുള്ള സ്വർണം സ്വന്തം രാജ്യത്തേക്ക് മാറ്റണമെന്ന് CDU നിയമസഭാംഗം മാർക്കോ വാണ്ടർവിറ്റ്സ് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ എല്ലാവരും തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വിഷയം വീണ്ടും ചർച്ചയാകുമ്പോൾ അതേ കാര്യം അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്.
ബുണ്ടസ് ബാങ്കിന്റെ ഔദ്യോഗിക പ്രതിനിധികൾ നേരിട്ട് ബാറുകൾ എണ്ണുകയും അവയുടെ ഫലങ്ങൾ രേഖപ്പെടുത്തുകയും വേണമെന്നാണ് യൂറോപ്യൻ പാർലമെന്റിന്റെ CDU അംഗമായ മാർക്സ് ഫെർബർ ആവശ്യപ്പെട്ടത്. ട്രംപ് വന്നതോടെ എന്തൊക്കെയോ നേടാൻ ശ്രമിച്ച് അവസാനം എല്ലാവരും കൂടി അമേരിക്കയിലേക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണിപ്പോൾ. അതിന്റെ ഭാഗമായിട്ടാണ് ജർമ്മൻ കാർ നിർമ്മാതാക്കളായ ഓഡി അമേരിക്കയിലേക്കുള്ള കാറുകളുടെ വിതരണം നിർത്തിവെച്ചത്. ഓട്ടോമൊബൈൽ വോച്ചോ പത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആഗോള വിപണികളെ പിടിച്ചുലച്ച നിരവധി പരസ്പര നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപിന്റെ കാർ ഇറക്കുമതിക്ക് 25% ലെവി പ്രാബല്യത്തിൽ വന്നത്. ഏപ്രിൽ 2 ശേഷം എത്തുന്ന എല്ലാ വാഹനങ്ങളും തടഞ്ഞുവെക്കാൻ നിർദ്ദേശം നൽകി ഡീലർമാർക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ടെന്നാണ് ഓഡിയുടെ വക്താവ് ഔട്ട്ലെറ്റ്സിനോട് പറഞ്ഞത്. നിലവിലുള്ള ഇൻവെന്ററി കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഡീലർമാരോട് ആവശ്യപ്പെട്ടിരുന്നു. പുതിയ താരിഫ് ബാധകമല്ലാത്തതും വിൽക്കാൻ കഴിയുന്നതുമായ 37,000-ലധികം വാഹനങ്ങൾ നിലവിൽ അമേരിക്കയിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് ഓഡി വക്താവ് അറിയിച്ചു. ഈ ഇൻവെന്റ് ഏകദേശം 2 മാസം നീണ്ടു നിൽക്കുമെന്നും വക്താവ് കൂട്ടിച്ചേർത്തു. കമ്പനിക്ക് അമേരിക്കയിൽ സ്വന്തമായി ഉൽപാദന സൗകര്യം ഇതുവരെയില്ല. അമേരിക്കയിലെ ബെസ്റ്റ് സെല്ലറായ Q5 മെക്സിക്കോയിലെ ഓഡിയുടെ പ്ലാന്റിലാണ് നിർമ്മിക്കുന്നത്. അതേസമയം മറ്റ് മോഡലുകൾ ജർമ്മനി, ഹംഗറി, സ്ലോവാക്യ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഓഡിയുടെ മാതൃ കമ്പനിയായ ഫോക്സ് വാഗൺ അമേരിക്കൻ ഡീലർമാർക്ക് അധിക ചിലവുകൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മെക്സിക്കോയിൽ നിന്നും അമേരിക്കൻ തുറമുഖങ്ങളിൽ നിന്നുള്ള റെയിൽവേ വഴിയുള്ള ഡെലിവറികൾ ഫോക്സ് വാഗൺ ഇതിനോടകം നിർത്തിവെച്ചതായും റിപ്പോർട്ടുകൾ വന്നു. ഏപ്രിൽ പകുതിയോടെ വിലയിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി തിരിച്ചെത്തിയതിനു ശേഷം അമേരിക്കയും ജർമ്മനിയും തമ്മിലുള്ള ബന്ധത്തിൽ ശ്രദ്ധേയമായ പിരിമുറുക്കങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വ്യാപാര നയങ്ങൾ, പ്രതിരോധ പ്രതിബദ്ധതകൾ, വ്യത്യസ്ത രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ എന്നിവയാണ് സംഘർഷത്തിന്റെ പ്രധാന കാരണങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാമത്തത് വ്യാപാര സാമ്പത്തിക തർക്കങ്ങളാണ്. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ജർമ്മൻ ഓട്ടോമൊബൈലുകൾ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ഇറക്കുമതികൾക്ക് പ്രസിഡന്റ് ട്രംപ് ഉയർന്ന തീരുവ ചുമത്തിയത് സാമ്പത്തിക ബന്ധങ്ങളെ വഷളാക്കിയിട്ടുണ്ട്. ഈ നടപടികൾ വിപണികളെ അസ്ഥിരപ്പെടുത്തുന്നതിനും വ്യാപാര പങ്കാളികളിൽ നിന്ന് പ്രതികാര നടപടികൾക്ക് പ്രേരിപ്പിക്കുന്നതിനും കാരണമായി വിമർശിക്കപ്പെട്ടു. മുൻ US ട്രഷറി സെക്രട്ടറി ജാനറ്റ് യെല്ലൻ താരിഫുകളെ US സമ്പദ്വ്യവസ്ഥയ്ക്ക് സ്വയം വരുത്തിവെച്ച ഒരു പ്രധാന മുറിവായിട്ടാണ് വിശേഷിപ്പിച്ചത്. പ്രതിരോധ മേഖലയിലെ പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. പ്രതിരോധ ചെലവ് ലക്ഷ്യങ്ങൾ കൈവരിക്കാത്തതിന് നാറ്റോ സഖ്യകക്ഷികളെ ട്രംപ് നിരന്തരം വിമർശിക്കുന്നത് ജർമ്മനിയിൽ അസ്വസ്ഥത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സഖ്യത്തോടുള്ള US-ന്റെ പ്രതിബദ്ധതയെക്കുറിച്ച് ജർമ്മൻ നേതാക്കൾ ആശങ്കയും പ്രകടിപ്പിച്ചു. ജർമ്മനിയുടെ അടുത്ത ചാൻസലറാകാൻ സാധ്യതയുള്ള ഫ്രെഡറിക് മെർസ് നിലവിലെ US നേതൃത്വത്തിന് കീഴിലുള്ള നാറ്റോയുടെ ഭാവി വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് കൂടുതൽ യൂറോപ്യൻ പ്രതിരോധ സ്വയംഭരണം വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയ നയതന്ത്ര സമ്മർദ്ദങ്ങളാണ് അടുത്തത്. ഭരണത്തിലും വിദേശ നയത്തിലുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ സമീപനത്തിൽ ജർമ്മൻ ഉദ്യോഗസ്ഥർ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ട്രംപിന്റെ നയങ്ങൾ ജനാധിപത്യ തത്വങ്ങളെയും അതുപോലെ US സർക്കാരിനുള്ളിലെ അധികാര സന്തുലിതാവസ്ഥയും ദുർബലപ്പെടുത്തുന്നുവെന്ന് US-ലെ ജർമ്മനിയുടെ അംബാസിഡർ ആൻഡ്രിയാസ് മൈക്കിളിന് മുന്നറിയിപ്പ് നൽകി. കൂടാതെ ട്രംപിന്റെ കീഴിലുള്ള US ഇനി നമ്മൾ അറിഞ്ഞിരുന്ന അമേരിക്കയല്ല എന്ന് മെർസ് അഭിപ്രായപ്പെട്ടു. ആഭ്യന്തര US രാഷ്ട്രീയ മാറ്റങ്ങളെയും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അവയുടെ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള ആശങ്കകൾ എടുത്തു കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ജർമ്മൻ പ്രതികരണവും തന്ത്രപരമായ മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വെല്ലുവിളികൾക്ക് മറുപടിയായി ജർമ്മനി അതിന്റെ വിദേശ പ്രതിരോധ നയങ്ങൾ പുനർമൂല്യനിർണ്ണയം നടത്തിവരികയാണ്. മെർസിന്റെ കീഴിൽ വരുന്ന സർക്കാർ കുടിയേറ്റ കാര്യങ്ങളിൽ സഹകരിക്കാതെ രാജ്യങ്ങൾക്കുള്ള വിദേശ സഹായം കുറയ്ക്കാൻ പദ്ധതിയിടുന്നു എന്നാണ് അറിയുന്നത്. കൂടാതെ US-ന്റെ ആശ്രിതത്വം കുറയ്ക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ സൈനിക ശേഷി വർദ്ധിപ്പിക്കണമെന്നും വാദിക്കുന്നുമുണ്ട്. ഈ പിരിമുറുക്കങ്ങൾക്കിടയിലും ശക്തമായ അറ്റ്ലാന്റിക് സമുദ്രബന്ധം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം ജർമ്മൻ ഉദ്യോഗസ്ഥർ ഊന്നി പറയുന്നുമുണ്ട്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറികടക്കാൻ തുറന്ന സംഭാഷണത്തിനായി വാദിക്കുന്ന വിശ്വസനീയമായ ഒരു സഖ്യകക്ഷിയാകാനുള്ള ജർമ്മനിയുടെ പ്രതിബദ്ധത വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്ക് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ടു പോവുകയാണെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും